ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സാമൂഹിക ശാസ്ത്രം വിഷയത്തിൽ വരുന്ന ചോദ്യ പേപ്പറും ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് ഈ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളാണ് വരുന്നത്. ഈ 6 പ്രവർത്തനവും നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. ഇതിൽ വരുന്ന ഉപചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എയും ബിയും. ഓർ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഒന്നിൽ എയും ഒന്നിൽ ബിയും ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ 2 ചോദ്യവും ഡിസ്കസ് ആക്കാം. ആദ്യം ഒന്നിലെ എ ചോദ്യം, വിക്കിയുടെയും അപ്പുവിൻ്റെയും സംഭാഷണ ഭാഗം നിരീക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ വിക്കി പറയുന്നതും അപ്പു പറയുന്നതും നൽകിയിട്ടുണ്ട്. വിക്കി പറയാണ്, എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നേ. ഇവിടെ നിങ്ങൾക്ക് ഗ്രാമങ്ങളെ കുറിച്ചുള്ള 2 വ്യക്തികളുടെ കാഴ്ചപ്പാടാണല്ലേ നൽകിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രാമജീവിതത്തിൻ്റെയും നഗരജീവിതത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. എഴുതുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യം നിങ്ങൾ ഗ്രാമത്തിൻ്റെ സവിശേഷത എഴുതുക, പിന്നെ നഗരങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് എഴുതുക. ഇത് രണ്ടും താരതമ്യം ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കൂടി അവസാനത്തെ ഖണ്ഡികയായിട്ട് എഴുതുക. ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതി നോക്കാം. ഗ്രാമജീവിതം ലളിതവും സമാധാനപരവും ആണ്. ഗ്രാമങ്ങൾ പ്രകൃതിയോട് അടുത്തതാണ്. അവിടെ പച്ച വയലുകളും മരങ്ങൾ, കുളങ്ങൾ, നദികൾ എല്ലാം ഉണ്ടാകും. ഗ്രാമങ്ങളിൽ ശുദ്ധമായ വായുവാണ്. ഇവിടെയുള്ള ജനങ്ങൾ പ്രധാനമായും കൃഷിയും മറ്റും ചെയ്യുന്നു. ആഴ്ചച്ചന്തയിൽ ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ആളുകൾ തമ്മിൽ സ്നേഹവും സഹായവും ഉണ്ട്. ഗ്രാമജീവിതം ശാന്തവും ആരോഗ്യകരവുമാണ്. പക്ഷേ ചില ആധുനിക സൗകര്യങ്ങൾ കുറവായിരിക്കും. യാത്രയും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാഹനങ്ങൾ കുറവായിരിക്കും. ശബ്ദവും മലിനീകരണവും ഇവിടെ കുറവാണ്. നഗരജീവിതം വ്യത്യസ്തവും വേഗതയേറിയതുമാണ്. നഗരങ്ങളിൽ നല്ല റോഡുകൾ, ബസ്സുകൾ, റെയിലുകൾ എന്നിവ ഉണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, കടകൾ, മാളുകൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ട്. ഇന്റർനെറ്റ്, വൈഫൈ, മൊബൈൽ നെറ്റ്വർക്ക് എന്നിവ നല്ലതായിരിക്കും. ജനങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും സാധിക്കും. പക്ഷേ നഗരങ്ങളിൽ ജനക്കൂട്ടം കൂടുതലായിരിക്കും. ശബ്ദവും മലിനീകരണവും കൂടുതലാണ്. ജീവിത ചെലവും കൂടുതലാണ്. താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമജീവിതം ശാന്തവും ആരോഗ്യകരവുമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം ഇവിടെയാണ്. നഗരജീവിതം സൗകര്യങ്ങളാൽ സമൃദ്ധമാണ്. അവിടെ എല്ലാം വേഗത്തിൽ ലഭിക്കും. ഇരുവിധ ജീവിതത്തിനും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമജീവിതം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവിടെ ശാന്തിയുണ്ട്, പ്രകൃതി മനോഹരമാണ്. അതേസമയം നഗരത്തിലെ നല്ല സൗകര്യങ്ങളും എനിക്കിഷ്ടമാണ്. അതിനാൽ പ്രകൃതിയുടെ സൗന്ദര്യവും നല്ല സൗകര്യങ്ങളും ഉള്ള ജീവിതമാണ് ഏറ്റവും മികച്ചത്. നമ്മളിവിടെ നഗരത്തെക്കുറിച്ച് പറഞ്ഞു, ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, നല്ലത് ഏതാണ്, അങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്തും പറഞ്ഞു. സോ ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് ഈ ചോദ്യത്തിൽ നിന്നും കിട്ടുന്നത്. ഇനി അടുത്തത് ബി ചോദ്യമുണ്ട്. പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ്. ശ്രദ്ധിക്കണം, സവിശേഷതയിൽ പെടാത്തത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. ആഴ്ച ചന്തകളിൽ നിന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ഇത് ശരിയാണ്, നമ്മൾ പാഠഭാഗത്ത് വായിച്ചിട്ടുള്ളതാണ്. നീന്തൽ പഠിക്കാൻ ധാരാളം കുളങ്ങൾ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. ഉഴുതുമറിച്ച വയലിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ, ഇതും ഗ്രാമത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അടുത്തത്, വിവിധ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യങ്ങൾ. ഇതില്ലല്ലേ, ഇത് ഗ്രാമത്തിലില്ല. പീലിയുടെ ഗ്രാമത്തിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യങ്ങൾ ഇല്ല. സോ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നിലെ ബി ചോദ്യം നോക്കാം.
ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. പീലിയുടെ ഗ്രാമത്തിലെ കുളത്തിന്റെ ചിത്രമാണല്ലേ. ഇവിടെ കുളത്തിൽ കുറച്ച് ആളുകൾ കളിക്കുന്നുണ്ട്. സൈഡിലായിട്ട് മീനു ഇരിക്കുന്നത് കാണാമല്ലേ. അവൾ എന്താണ് പറയുന്നത്? ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. ചോദ്യം നോക്കാം. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്കും പരിചിതമാണല്ലോ. ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കുടുംബത്തിലും സ്കൂളിലും സമൂഹത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷാനുഭവങ്ങൾ പങ്കുവെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ഇത് പുറത്തു നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സന്തോഷാനുഭവം ഇവിടെ എഴുതിയാൽ മതി. കുറിപ്പായിട്ടാണ് എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് എഴുതാം. എൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്ന് എൻ്റെ സുഹൃത്തിന് സ്കൂൾ മത്സരത്തിൽ സമ്മാനം ലഭിച്ച ദിവസമാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും വളരെ സന്തോഷിച്ചു. ഞങ്ങൾ കൈയടിക്കുകയും എൻ്റെ സുഹൃത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഞങ്ങളുടെ അധ്യാപകനും അധ്യാപികയും അവനെ അഭിനന്ദിച്ചു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ സന്തോഷം പങ്കിട്ടു. എൻ്റെ സുഹൃത്തിൻ്റെ നേട്ടത്തിൽ എനിക്കും വളരെ സന്തോഷവും അഭിമാനവും തോന്നി. പിന്നീട് ഞങ്ങൾ സമ്മാനത്തെക്കുറിച്ച് സംസാരിച്ചു. സന്തോഷ നിമിഷം ഒരുമിച്ച് ആസ്വദിക്കുകയും ചെയ്തു. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം കൂടിയാണ്. സന്തോഷം പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. ഇത്രയുമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു ബി ചോദ്യം കാണാം. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത്. ഇവിടെ സന്തോഷാനുഭവമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു. അത് സന്തോഷം നൽകിയ ഒരു അനുഭവമാണ് അല്ലേ. അടുത്തത് മനോഹരമായ ഭൂപ്രകൃതിയാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സന്തോഷം നൽകിയിട്ടുള്ളതാണ്. അടുത്തത് സി വിശാലമായ കളിസ്ഥലം. അതും സന്തോഷം നൽകിയതാണ്. അടുത്തത് ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവും. ഇതാണല്ലേ സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത്. ഇതാണ് അവിടെ ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവും അത്ര ലഭ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതും കൃഷിയുടെ ആരംഭവും ആദിമ മനുഷ്യരുടെ ജീവിത പുരോഗതിയിലെ സുപ്രധാന ഘട്ടങ്ങളാണ്. ചോദ്യം ഇതാണ്. തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സോ പണ്ടുള്ള ആളുകൾക്ക് തീ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു അല്ലേ. പിന്നീടാണ് അവർ തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചത്. അങ്ങനെ തീ നിയന്ത്രിക്കാൻ പഠിച്ചതോടെ അവർ ഭക്ഷണ സാധനങ്ങൾ വേവിച്ചിട്ട് ചുട്ടിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. ആദ്യം അവർ ഈ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ പച്ചയായിട്ടായിരുന്നു അവർ കഴിച്ചു കൊണ്ടിരുന്നത് അല്ലേ. മാംസമൊക്കെ പച്ചയായിട്ടാണ് അവർ കഴിച്ചു കൊണ്ടിരുന്നത്. പിന്നീടാണ് അവർ തീയുടെ ഉപയോഗം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അവർ ചുട്ട് പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ വേവിച്ച് കഴിച്ചപ്പോഴാണ് അവർക്ക് കൂടുതൽ ഈ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് സ്വാദ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ തീയുടെ ഉപയോഗം അവർ പഠിച്ചതോടെ അവർ പുഴയിൽ നിന്നൊക്കെ മീൻ പിടിച്ച് മത്സ്യത്തെ ചുട്ട് കഴിക്കാൻ തുടങ്ങി, മാംസത്തെ ചുട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ കിഴങ്ങുകളും വേരുകളൊക്കെ പാചകം ചെയ്ത് വേവിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. സോ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു തീയുടെ ഉപയോഗം അവർ പഠിച്ചത് വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു കുറിപ്പിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്ക് സിമ്പിളായിട്ട് നേടാവുന്നതാണ്. നമുക്കിവിടെ ഉത്തരം എഴുതാം. തീ ഉപയോഗിച്ചതോടെ ആദിമ മനുഷ്യരുടെ ആഹാരശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം അവർ ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കഴിക്കുകയായിരുന്നു. പക്ഷേ തീയുടെ ഉപയോഗം അവർക്ക് പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിച്ചു. തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ അവർ പഠിച്ചു. അങ്ങനെ പാകം ചെയ്ത ഭക്ഷണം കൂടുതൽ രുചികരവും എളുപ്പത്തിൽ ജീർണിക്കാവുന്നതും ആയിരുന്നു. മീനും മാംസവും വേവിച്ചപ്പോൾ അവ കൂടുതൽ സുരക്ഷിതമായി ഭക്ഷിക്കാൻ സാധിച്ചു. അവർ മീനും മാംസവും ചുട്ടു കഴിക്കാൻ തുടങ്ങി. ഇതിലൂടെ അവയ്ക്ക് നല്ല രുചിയും മണവും ലഭിച്ചു. തുടർന്ന് കിഴങ്ങ്, വേരുകളൊക്കെ ചുട്ടു കഴിച്ചു. ഇത് അവർക്ക് ഊർജം നൽകുകയും ആരോഗ്യത്തിൽ സഹായിക്കുകയും ചെയ്തു.
പിന്നീട് അവർ തീയുടെ സഹായത്തോടെ വിവിധ രീതികളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചു. അതുവഴി അവരുടെ ആഹാരം കൂടുതൽ വൈവിധ്യമാർന്നതായി പോഷക സമൃദ്ധവുമായി. ഇങ്ങനെ തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ആഹാരശീലങ്ങളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. അവർ സുരക്ഷിതവും രുചികരവുമായ ഭക്ഷണം കഴിക്കാനും ആരോഗ്യമുള്ള ജീവിതം നയിക്കാനും കഴിഞ്ഞു. ഇവിടെ ഒരു മാർക്കിന്റെ ബി ചോദ്യമുണ്ട്. ആദ്യകാല മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്താണ് സ്ഥിരവാസം ആരംഭിച്ചത്. മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. സോ നേട്ടമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഇതൊരു നേട്ടമാണ്. അവിടെ താമസിക്കാൻ തുടങ്ങിയതോടെ അവർക്കുണ്ടായിട്ടുള്ള നേട്ടമാണിത്. അടുത്ത ബി, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു. ഇത് തെറ്റാണല്ലേ. കാരണം എന്താണ്? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് താമസിച്ചതോടെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് അലഞ്ഞു തിരിയേണ്ടി വന്നില്ല എന്നാണ്. സോ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഇവിടെ ഇതാണ്, ഓപ്ഷൻ ബി ആണ്. അവരുടെ നേട്ടത്തിൽ പെട്ടതല്ല. സോ ഇതാണ് ശരി. ഇനി ഓപ്ഷൻ സി വായിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, ഇതൊരു നേട്ടമാണ്. ഡി, കൂടുതൽ വിശ്രമ സമയം കിട്ടി, ഇതും അവർക്കുണ്ടായിട്ടുള്ള ഒരു നേട്ടമാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. ഇനി ചോദ്യം 3, വാർത്താ തലക്കെട്ട് ശ്രദ്ധിക്കൂ. അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തന പദ്ധതി ലക്ഷ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂളിൽ നടക്കുന്ന പ്രസംഗത്തിൽ അവതരിപ്പിക്കാനുള്ള ആശയങ്ങൾ പട്ടികപ്പെടുത്തുക. സോ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും എന്ന ടോപ്പിക്കിലാണ്, എന്ന വിഷയത്തിലാണ് ഒരു പ്രസംഗം നടക്കുന്നത്. ഈ പ്രസംഗത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ആശയങ്ങളാണ്, പ്രസംഗമല്ല എഴുതേണ്ടത്. ഇവിടെ അവതരിപ്പിക്കാനുള്ള ആശയങ്ങളാണ് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളിവിടെ 4 മാർക്കിന് ചോദ്യമാണ്. അതുകൊണ്ട് 4 പട്ടിണിക്കുള്ള 4 കാരണങ്ങളും 4 പരിഹാരങ്ങളും എഴുതിയാൽ മതി. നിങ്ങൾക്കിവിടെ കാരണങ്ങൾ, പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമുള്ള കാരണങ്ങൾ എന്ന് തലക്കെട്ട് കൊടുത്തിട്ട് ഈ പോയിന്റ്സും എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ കോളം വരച്ചിട്ടും എഴുതാം. ഞാനിവിടെ കോളം വരച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം കാരണങ്ങൾ പറയാം. പട്ടിണിക്കുള്ള കാരണങ്ങളാണ് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, യുദ്ധം. ഇനി പരിഹാരങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ശക്തിപ്പെടുത്തുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, ഭക്ഷണം പങ്കുവയ്ക്കുക, ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. അടുത്തത് ബി ചോദ്യം. തന്നിരിക്കുന്നവയിൽ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ ഒക്ടോബർ 31, ഓപ്ഷൻ ബി ഒക്ടോബർ 2, ഓപ്ഷൻ സി ഒക്ടോബർ 16, ഓപ്ഷൻ ഡി ഒക്ടോബർ 24. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒക്ടോബർ 16 ആണ് നമ്മൾ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി. ചോദ്യം 4, പത്രവാർത്ത ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് താഴെ ഒരു പത്രവാർത്ത നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകൻ മലയാളിയായ ആദിത്യൻ രാജേഷ്. കേരളത്തിലെ തിരുവല്ലയിൽ ജനിച്ച ആദിത്യൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകനാണ്. ആൻഡ്രോയിഡിനു പകരം ആപ്റ്റോയിഡ്, മൊബൈൽ ഗെയിമുകൾ, വെബ് ഡിസൈനിങ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ആദിത്യൻ രാജേഷിൻ്റെ കമ്പനി ലഭ്യമാക്കുന്നത്. സോ പത്രവാർത്ത വായിച്ചല്ലോ. ലോകത്തിലെ ഏറ്റവും ചെറിയ IT സംരംഭകൻ ആദിത്യൻ രാജേഷിനെ കുറിച്ചിട്ടാണ് അല്ലേ ഈ പത്രവാർത്ത. ചോദ്യം ഇതാണ്. സ്വയം തൊഴിൽ സംരംഭകനായ ആദിത്യൻ രാജേഷിനെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക? ചോദ്യാവലി തയ്യാറാക്കുക. സോ ഇവിടെ നിങ്ങൾ ആദിത്യനുമായിട്ടുള്ള ചോദ്യാവലിയാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എഴുതാം. ചോദ്യം 1, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ IT കമ്പനി ആരംഭിച്ചത്? ചോദ്യം 2, ഒരു IT സംരംഭകനാകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ചോദ്യം 3, കമ്പ്യൂട്ടറിനെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? ചോദ്യം 4, പഠനവും ബിസിനസ്സും ഒരുമിച്ച് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയത്? ചോദ്യം 5, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു?
ചോദ്യം 6. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ചോദ്യം 7. നിങ്ങളുടെ കമ്പനി നൽകുന്ന പ്രധാന സേവനങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം 8. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുക? സോ ഇത്രയുമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലി. ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്. താഴെ പറയുന്നവയിൽ നിന്ന് സ്വയം തൊഴിൽ സംരംഭത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ് വായിക്കാം. വ്യക്തികൾ ഒറ്റയ്ക്ക് അവരുടെ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ശരിയാണ്. സ്വയം തൊഴിൽ സംരംഭത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകൻ മാത്രമായിരിക്കും. ശരിയാണ്. സി. സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൊഴിലാളിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതില്ല. അത് തെറ്റാണ് കേട്ടോ. ഇത് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി 5ൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ആക്കാം. 5ൽ എ ചോദ്യം. വസ്ത്രത്തിൻ്റെ നിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ആശയങ്ങളെ വളർച്ചാഘട്ടങ്ങളെ അനുസരിച്ച് ശരിയായി ക്രമീകരിച്ചെഴുതുക. സോ ഇവിടെ ഇത് ശരിയായിട്ടുള്ള ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രം രൂപപ്പെടുത്തി, നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, വിവിധ നാരുകൾ കൂട്ടിച്ചേർത്ത് നൂലുണ്ടാക്കി. സോ ഇത് ക്രമത്തിൽ എഴുതണം. ശരിയായ ഓർഡർ ഇതാണ്. ആദ്യം പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രങ്ങൾ രൂപപ്പെടുത്തി, പിന്നെ വിവിധ നാരുകൾ കൂട്ടിച്ചേർത്ത് നൂലുണ്ടാക്കി, പിന്നെ നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ലാസ്റ്റ് നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. ബി ചോദ്യം. വസ്ത്രനിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് റയോൺ. അത് തെറ്റാണ്. പ്രകൃതിദത്ത നാരല്ല റയോൺ. ഒന്നാമത്തെ തെറ്റാണ്. കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അതും തെറ്റാണ്. മൂന്നാമത്തത്, വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗപ്പെടുത്തി. അത് ശരിയാണ്. നിറം നൽകാനായിട്ട് കൃത്രിമ ചായങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 4, സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതും ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ശരി എന്ന ഓപ്ഷൻ ഏതാണ്? 3ഉം 4ഉം ശരി. മൂന്നാമത്തെ സി ഓപ്ഷൻ ആണ് അല്ലേ? സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി 5ലെ ബി ചോദ്യമാണ്. വസ്ത്രനിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനായി വസ്ത്രനിർമ്മാണശാല സന്ദർശിച്ച കുട്ടികൾ അവിടെ ഉപയോഗിക്കുന്ന വിവിധ തരം നാരുകളെ പട്ടികപ്പെടുത്തിയത് നോക്കൂ. നിങ്ങൾക്ക് നാരുകളുടെ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പോളിസ്റ്റർ, നൈലോൺ, പട്ടുനൂൽ, കമ്പിളി, ചണം, റയോൺ, പരുത്തി, മൊഡാൽ. ഇത്രയുമാണ് നിങ്ങൾക്കിവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. വിവിധ തരം നാരുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ക്രമീകരിക്കുക. പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും വേർതിരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ബോക്സിൽ നിന്നെടുത്താണ്, തൊട്ട് മുകളിൽ നൽകിയിട്ടുള്ള ബോക്സിൽ നിന്നെടുത്താണ് എഴുതേണ്ടത്. ഒരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രകൃതിദത്ത നാരുകളാണ് ചണം അഥവാ ജ്യൂട്ട്, പിന്നെയോ കൃത്രിമ നാരുകളാണ് മൊഡാൽ. ഇനി ബാക്കിയും ഇതേപോലെ വേർതിരിച്ച് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. നമുക്കിവിടെ തന്നതിൽ പ്രകൃതിദത്ത നാരുകളാണ് പട്ടുനൂൽ, കമ്പിളി, പരുത്തി. പിന്നെ കൃത്രിമ നാരുകളാണ് പോളിസ്റ്റർ, റയോൺ, നൈലോൺ. ഇങ്ങനെയാണ് വേർതിരിച്ച് എഴുതേണ്ടത്. ഇനി ബി ചോദ്യം. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. സോ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വായിക്കാം. ഉൽപാദനത്തിലെ വർധനവ് ശരിയാണ് അല്ലേ? കാരണം എന്താണ്? യന്ത്രങ്ങൾ ഉപയോഗിച്ചതോടെ വസ്ത്രനിർമ്മാണത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നാമത്തേത് ശരിയാണ്. അത് രണ്ടാമത്തേത് അധ്വാന ഭാരം കൂടുതൽ. അത് തെറ്റാണല്ലേ? യന്ത്രങ്ങൾ വന്നാൽ അധ്വാന ഭാരം കുറയല്ലേ ചെയ്യുക? ഇവിടെ കൂടുതൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്.
3 പ്രകൃതിദത്ത ചായങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള വസ്ത്രനിർമ്മാണം. ആണോ? അല്ല, പ്രകൃതിദത്ത ചായങ്ങൾ മാത്രമല്ല, പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമ ചായങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് തെറ്റാണ് അല്ലേ? മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 4 ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ ഉൽപാദനം, ഇത് ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തതും. 1ഉം 4ഉം ശരി എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 1ഉം 4ഉം ശരിയാണ്. ഇനി ചോദ്യം 6. താഴെ കൊടുത്തിരിക്കുന്ന കാർട്ടൂൺ ശ്രദ്ധിക്കൂ. ഒരാൾ പറയാണ്, എനിക്ക് കൃഷിപ്പണിയാണ്, മാത്രമല്ല വരുമാനം ലഭിക്കുന്ന ഒരു കെട്ടിടവും എനിക്കുണ്ട്. അടുത്തയാൾ പറയാണ്, ഞാൻ ഒരു ബാങ്കിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു, എനിക്ക് 50 സെന്റ് പുരയിടത്തിൽ കൃഷിയുണ്ട്. രണ്ടുപേരുടെയും തൊഴിലിനെ കുറിച്ചിട്ടാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്, രണ്ടുപേരുടെയും വരുമാന സ്രോതസ്സുകൾ ശ്രദ്ധിച്ചല്ലോ. വിവിധ സ്രോതസ്സുകളിൽ നിന്നു ലഭിക്കുന്ന വരുമാനമേതെന്ന് തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ സ്രോതസ് കൃഷിപ്പണി നൽകിയിട്ടുണ്ട്. കൃഷിപ്പണിയിൽ നിന്നുള്ള എന്ത് വരുമാനമാണ് ലഭിക്കുന്നത്? കൂലിയാണ് അല്ലേ? സോ കൂലി എന്നാണ് നിങ്ങൾ അവിടേക്ക് എടുത്തെഴുതേണ്ടത്. അടുത്തത് കെട്ടിടം. കെട്ടിടത്തിൽ നിന്ന് എന്താണ്? വാടകയാണ് കിട്ടുന്നത്. അടുത്തത് സെക്യൂരിറ്റി ജോലി. സെക്യൂരിറ്റി ജോലിയിൽ നിന്ന് ശമ്പളമാണ്. കൃഷിയിൽ നിന്ന് വിളയാണ് വരുമാനമായിട്ട് കിട്ടുന്നത്. അത് അവിടെ നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. കൃഷിപ്പണിക്ക് നേരെ കൂലി, കെട്ടിടത്തിന് നേരെ വാടക, സെക്യൂരിറ്റി ജോലിക്ക് നേരെ ശമ്പളം. ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്. താഴെ പറയുന്ന വരുമാന സ്രോതസ്സുകളെ ആസ്തികൾ, തൊഴിലുകൾ എന്നിങ്ങനെ തരം തിരിച്ച് എഴുതുക. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. കെട്ടിടങ്ങൾ, കൃഷി, ബാങ്ക്, നിക്ഷേപങ്ങൾ, കച്ചവടം, വസ്തുക്കൾ, അധ്യാപനം. നിങ്ങൾ ഇതിനെ ആസ്തികളെന്നും തൊഴിലുകളെന്നും വേർതിരിക്കണം. ഒരു ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട്. ആസ്തികളിൽ പെട്ടതാണ് കെട്ടിടങ്ങൾ, തൊഴിലുകളിൽ പെട്ടതാണ് കച്ചവടം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികളിൽ എഴുതാം, വസ്തുവകകളും ആസ്തികളിൽ എഴുതാം. തൊഴിലുകളാണ് കൃഷി, കച്ചവടം, അധ്യാപനം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. മൺഡേ നിങ്ങൾക്ക് സാമൂഹിക ശാസ്ത്രമാണല്ലേ എക്സാം വരുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നെക്സ്റ്റ് ഏത് വിഷയത്തിൻ്റെ മോഡൽ പേപ്പറാണ് ചെയ്യേണ്ടത് എന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.